സിദ്ധരാമയ്യയുടെ 10,000 അഥവാ സതീശന്റെ തള്ള്. ന്യൂസ് ബുള്ളറ്റ് കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നുണ പറയാൻ തീരുമാനിച്ചാൽ നമ്മൾ വി.ഡി. സതീശനെ മാതൃകയാക്കണം. നുണ പറയുമ്പോഴുള്ള ആ ഒരു മോഡുലേഷൻ, ശരീരഭാഷ, വാക്കിലും നോക്കിലും തുളുമ്പുന്ന ആത്മവിശ്വാസം, ആരെന്ത് പറഞ്ഞാലും തനിക്ക് പുല്ലാണെന്ന മനോഭാവം, ഇതൊന്നുമില്ലാതെ നുണ പറയാൻ ഇറങ്ങിയാൽ 8 നിലയിൽ പൊട്ടിപ്പോകും. പക്ഷെ വി.ഡി. സതീശന് ആ പേടിയില്ല. ആദ്യം നമുക്ക് അദ്ദേഹത്തെ കേൾക്കാം. ഇക്കഴിഞ്ഞ ജൂൺ 18 തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ സമരവേദിയാണ് അരങ്ങ്. കർണാടകത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഞാൻ നിയമസഭയിൽ കാണിച്ചു. ആശാ സമരം ബാംഗ്ലൂരിലെ സെൻട്രൽ സ്ക്വയറിൽ നടക്കിയ 5ാമത്തെ ദിവസം അദ്ദേഹം അവരെ ചർച്ചയ്ക്ക് വിളിച്ചു. അദ്ദേഹം ആദ്യഘട്ടത്തിൽ 10,000 ഉയർത്തി. എന്നിട്ട് ഹെൽത്ത് കമ്മീഷനോട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു, അവര് പാവങ്ങൾ സമരം ചെയ്യുന്ന ആ സമരപ്പന്തലിൽ പോയി 7,000 രൂപ 10,000 രൂപ ആക്കി എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം, ഹെൽത്ത് കമ്മീഷണർ. കേട്ടില്ലേ? ആ തന്മയത്വം നോക്കൂ, ആരാധന തോന്നുന്നില്ലേ? ആ മാത്യു കുഴൽ നാടനെ നോക്കൂ, ഒരു സ്റ്റഡി ക്ലാസ്സിൽ ഇരിക്കുന്ന വിധേയത്വമുണ്ട്. മൈക്കിന് മുന്നിൽ നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സത്യം പറഞ്ഞാൽ കൊതിയാകും. സതീശന്റെ ഈ പ്രസംഗത്തിലെ നുണ എന്താണ്? കർണാടകത്തിലെ ആശാവർക്കർമാർ ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഒരു സമരം നടത്തി. സമരത്തിന്റെ 5ാം ദിവസം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവരെ വിളിച്ച് ചർച്ച നടത്തി. ഓണറേറിയം 10,000 ആക്കാമെന്ന് ഉറപ്പുകൊടുത്തു. ഹെൽത്ത് കമ്മീഷണറോട് സമരപ്പന്തലിൽ ചെന്ന് ആ പ്രഖ്യാപനം നടത്താൻ ആവശ്യപ്പെട്ടു. ആ പ്രഖ്യാപനം കേട്ടപ്പോൾ ആശാവർക്കർമാർ സമരം മതിയാക്കി. ഇതാണ് സതീശൻ പറയുന്നത്. അവര് പാവങ്ങൾ സമരം ചെയ്യുന്ന ആ സമരപ്പന്തലിൽ പോയി 7,000 രൂപ 10,000 രൂപ ആക്കി എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം, ഹെൽത്ത് കമ്മീഷണർ. ഈ സംഭവം നടന്നത് എന്നാണ്? 2025 ജനുവരി 11. വി.ഡി. സതീശന്റെ പ്രസംഗം ഈ കഴിഞ്ഞ ജൂൺ 18. കർണാടകത്തിൽ സിദ്ധരാമയ്യയുടെ പ്രഖ്യാപനം കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം. ഈ 6 മാസത്തിനിടയിൽ കർണാടകത്തിൽ എന്തൊക്കെയാണ് നടന്നത്? സതീശൻ സാറിന് വല്ല പിടിയുണ്ടോ? സ്ക്രീനിൽ കാണുന്നത് 2025 മാർച്ച് 18 ഹിന്ദു വാർത്ത. തലക്കെട്ട് നോക്കൂ. അക്യൂസിംഗ് CM ഓഫ് ഫാളിംഗ് ടു കീപ് ഹിസ് വേർഡ്, ആശാസ് സീക്ക് ₹10,000 ഓണറേറിയം. മുഖ്യമന്ത്രി വാക്കുപാലിക്കുന്നില്ലെന്ന് ആരോപിച്ച് ആശമാർ 10,000 രൂപ ഓണറേറിയം വേണമെന്ന ആവശ്യം. അതാണ് തലക്കെട്ട്. സംഭവം പിടികിട്ടിയില്ലേ? സിദ്ധരാമയ്യയുടെ 10,000 വെറും വാഗ്ദാനം മാത്രമായിരുന്നു. ആ വാഗ്ദാനം 2025 മാർച്ച് 18 വരെ നിലവിൽ വന്നില്ല. കേരളത്തിൽ നമ്മുടെ ഉമ്മൻചാണ്ടി ക്ഷേമ പെൻഷൻ കൂട്ടിയതുപോലെ ഒരു ഏർപ്പാട്. വെറും പ്രഖ്യാപനമേ നടന്നുള്ളൂ, കാശൊന്നും ആർക്കും കൊടുത്തില്ല. അങ്ങനെയാണ് മുഖ്യമന്ത്രി വാക്കുപാലിക്കണമെന്ന ആവശ്യവുമായി 2025 മാർച്ച് 18 കർണാടകത്തിലെ ആശമാർ വീണ്ടും സമരവുമായി തെരുവിലിറങ്ങിയത്. അതായത് വി.ഡി. സതീശൻ വിവരിക്കുന്നത് പോലെ ഒന്നുമല്ല കർണാടകത്തിൽ കാര്യം നടന്നത്. ഏതായാലും സിദ്ധരാമയ്യ വേറൊരു കാര്യം ചെയ്തു. പറയുമ്പോൾ നമ്മൾ എല്ലാം പറയണം, സത്യമേ പറയാവൂ. 2025 ബജറ്റിൽ ആശമാർക്ക് അദ്ദേഹം 1,000 രൂപയുടെ വർധന പ്രഖ്യാപിച്ചു. ആ വർധന നടപ്പിൽ വരുത്തിയ ഉത്തരവാണ് സ്ക്രീനിൽ കാണുന്നത്. കന്നഡയിലാണ് ഉത്തരവ്. ഈ ഉത്തരവ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ വിവരം ഇങ്ങനെയാണ്. 2025 മെയ് 9 ക്യാബിനറ്റ് തീരുമാനം അനുസരിച്ച് പ്രൈമറി ഹെൽത്ത് കെയർ ഓഫീസർമാർക്ക് 1,500 രൂപയും ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് 1,500 രൂപയും ആശാവർക്കർമാർക്ക് 1,000 രൂപയും വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവാണിത്. അപ്പോൾ സ്വാഭാവികമായും പ്രേക്ഷകർക്ക് ഇവിടെ ഒരു സംശയം തോന്നും. 10,000 രൂപ ആശമാർക്ക് ഓണറേറിയം നൽകുമെന്നായിരുന്നല്ലോ ജനുവരിയിൽ സമരക്കാർക്ക് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വാഗ്ദാനം കൊടുത്തത്. ബജറ്റിൽ പ്രഖ്യാപിച്ചത് പക്ഷേ 1,000 രൂപയുടെ വർധന. അതനുസരിച്ച് പുറത്തിറങ്ങിയ ഉത്തരവിൽ കാണുന്നതും 1,000 രൂപയുടെ വർധന. ഇതെന്താണ് ഈ വ്യത്യാസം? ആ സംശയം നിങ്ങൾക്കും തോന്നുന്നില്ലേ? അപ്പൊ നമുക്ക് വേറൊരു വാർത്ത കൂടി കാണാം. കർണാടകത്തിലെ ആശാവർക്കർമാരുടെ യൂണിയൻ പ്രസിഡന്റ് TS രമയുടെ ഒരു പ്രസ്താവന 2025 മാർച്ച് 18 ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു വാചകം വായിക്കാം. ആശാ വർക്കേഴ്സ് ആർ കറന്റ്ലി പെയ്ഡ് ഓണറേറിയം ഓഫ് ₹2,000 ഫ്രം ദ യൂണിയൻ ഗവൺമെന്റ് ആൻഡ് ₹5,000 ഫ്രം ദ സ്റ്റേറ്റ്. ഇതാണ് വസ്തുത. കർണാടകത്തിലെ ആശാവർക്കർമാർക്ക് കേന്ദ്രം കൊടുക്കുന്നത് 2,000 രൂപ, സംസ്ഥാനം കൊടുക്കുന്നത് 5,000 രൂപ. 2025 ഏപ്രിൽ വരെ ഇതായിരുന്നു കർണാടകത്തിലെ സ്ഥിതി. അതായത് ജനുവരിയിൽ സമരം നടക്കുമ്പോഴും സിദ്ധരാമയ്യ 10,000ന്റെ ഉറപ്പ് കൊടുക്കുമ്പോഴും ബജറ്റ് അവതരിപ്പിക്കുമ്പോഴും ഉത്തരവിറങ്ങുമ്പോഴുമെല്ലാം ഇതുതന്നെയാണ് സ്ഥിതി. ഈ സംസ്ഥാന വിഹിതമാണ് 1,000 രൂപ കൂട്ടി ഉത്തരവിറക്കിയത്. അങ്ങനെ 5,000 6,000 ഈ സ്ഥാനത്ത് കേരളം കൊടുക്കുന്ന സംസ്ഥാന വിഹിതം എത്രയാണ്? 2024 ഫെബ്രുവരിയിൽ കേരളം 7,000 രൂപയാക്കി. 2023 ഡിസംബർ മുതൽ മുൻകാല പ്രാബല്യവും നൽകി. കേന്ദ്രത്തിന്റെ ഫിക്സഡ് ഇൻസെന്റീവ് 3,000 രൂപ. ഇതിനു പുറമെ പെർഫോമൻസ് ഇൻസെന്റീവ്, എല്ലാ ചുമതലകളും ചെയ്യുന്നവർക്ക് ഇവിടെ 4,000 രൂപയിലധികം കിട്ടും. അങ്ങനെ കേരളത്തിൽ ഒരു ആശാവർക്കർക്ക് പ്രതിമാസം 14,000 രൂപയ്ക്ക് മേൽ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. ഈ മെയ് മാസത്തിൽ 14,000 കിട്ടിയവരുടെ എണ്ണം 897 ആണ്. 13,000-നും 14,000-നും ഇടയ്ക്ക് പ്രതിഫലം കിട്ടിയവർ 1,634. ഈ സ്ഥാനത്ത് കർണാടകയിൽ പെർഫോമൻസ് ഇൻസെന്റീവ് കൂടി ചേർത്താൽ പോലും 10,000 തികയില്ല.
ഇപ്പോഴും അതാണ് സ്ഥിതി. പരമാവധി കർണാടകയിൽ പെർഫോമൻസ് ഇൻസെന്റീവ് 1500 രൂപയെ കിട്ടൂ എന്നാണ് വിവരം. സമരം നടക്കുമ്പോൾ കർണാടകത്തിലെ സ്ഥിതി ഇങ്ങനെയാണ്. 2000 രൂപ കേന്ദ്രം, 5000 രൂപ സംസ്ഥാനം, 1500 രൂപ പെർഫോമൻസ് ഇൻസെന്റീവ്, അങ്ങനെ 8500 രൂപ കിട്ടും. ഇത് 10,000 ആക്കണമെന്നായിരുന്നു ജനുവരിയിലെ സമരത്തിന്റെ ആവശ്യം. ശരിയെന്ന് സിദ്ധരാമയ്യ സമ്മതിച്ചു. ബജറ്റിൽ 1000 രൂപ വർധന പ്രഖ്യാപിച്ചു. അതും കൂടി ചേർത്താൽ ഇപ്പോൾ പരമാവധി കർണാടകത്തിൽ ആശമാർക്ക് 9500 രൂപ കിട്ടും. ഇവിടെ നമ്മുടെ കേരളത്തിൽ 14,000 രൂപയ്ക്ക് മുകളിൽ വാങ്ങുന്നവരുള്ളപ്പോഴാണ് കർണാടകത്തിൽ സിദ്ധരാമയ്യ 9500 രൂപ വരെ ഓണറേറിയം കൊടുക്കുന്ന കഥയും പറഞ്ഞ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മുടെ വി ഡി സതീശൻ നുണയുടെ ഓട്ടം തുള്ളൽ കാഴ്ചവെക്കുന്നത്. ആ ഡയലോഗ് ഒന്നുകൂടി കേൾക്കാം. അവര് പാവങ്ങൾ സമരം ചെയ്യുന്ന ആ സമരപ്പന്തലിൽ പോയി 7000 രൂപ 10,000 രൂപ ആക്കി എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം. ഹെൽത്ത് കമ്മീഷണർ സതീശന്റെ വാക്കും കേട്ട് അവിടെ ഇരുന്ന് കൈയടിക്കുന്ന പാവങ്ങളെ കുറിച്ച് എന്ത് പറയാനാണ്? കർണാടകത്തിൽ നടന്നത് സംസ്ഥാന വിഹിതം 5000-ൽ നിന്ന് 6000 ആക്കി. വാർത്ത കർണാടകത്തിൽ നിന്ന് കേരളത്തിലെത്തിയപ്പോൾ അത് 7000-ൽ നിന്ന് 10,000-ന്റെ വർധനയായി. നമ്മുടെ ജാലിയൻ കണാരൻ പറഞ്ഞതുപോലെ ഒറ്റ തള്ള്. ആ ഒറ്റ തള്ളലിൽ 1000 10,000 മാറുന്ന മാജിക്കാണ് വി ഡി സതീശൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാഴ്ചവെച്ചത്. വി ഡി സതീശൻ പറയും പോലെ ആശാ വർക്കർമാർക്ക് കർണാടകത്തിൽ സംസ്ഥാന വിഹിതമായി 7000 കിട്ടുന്നുണ്ടോ? ഇല്ല. ജനുവരിയിൽ സമരം നടക്കുമ്പോൾ അത് 5000 ആയിരുന്നു. മെയ് മാസത്തിൽ അത് 1000 രൂപ വർദ്ധിപ്പിച്ചു. മുൻകാല പ്രാബല്യം വല്ലതും കൊടുത്തോ? ഇല്ല. ഈ വർധന കൂടി ചേർത്താൽ കർണാടകത്തിൽ ആശാ വർക്കർമാർക്ക് ആകെ 10,000 കിട്ടുമോ? ഇല്ല, 9500 കിട്ടൂ. ഇനി നമുക്ക് ഒരു പ്രസംഗം കൂടി കേൾക്കാം. ആശാ വർക്കർമാർക്ക് പ്രതിദിനം 116 രൂപ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നാണല്ലോ നിലമ്പൂർ ബൈ ഇലക്ഷനിൽ ഇവിടുന്ന് പോയ സംഘം പ്രചരണം നടത്തിയത്. അത് തിരുവനന്തപുരത്ത് വന്നപ്പോൾ 232 രൂപയായി വീണ്ടും മാറി. ആ പ്രസംഗം ഒന്ന് കേൾക്കാം. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് ജീവിക്കാൻ 232 രൂപ പോരാ. സർക്കാർ ഞങ്ങൾക്കനുസരിച്ച് തന്നിട്ടുള്ള ബൈലോകൾക്ക് അടിസ്ഥാനപ്പെടുത്തി ചെയ്യുന്ന ജോലി മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ 232 രൂപ ഒരിക്കലും ഒന്നും ആവില്ല. ഈ പ്രസംഗം നടത്തുന്ന KP റോസമ്മ എന്ന ആശാ വർക്കർമാരുടെ സമര നേതാവ് തിരുവനന്തപുരം ജില്ലയിലെ മണമ്പൂർ CHCയിലെ ആശാ വർക്കറാണ്. മെയ് മാസത്തിൽ അവർക്ക് ലഭിച്ച പ്രതിഫലത്തിന്റെ കണക്ക് ഇങ്ങനെയാണ്. ഇൻസെന്റീവായി 4295 രൂപ, ഓണറേറിയം 7000 രൂപ, ആകെ കിട്ടിയത് 11,295 രൂപ. ഈ തുക കിട്ടുന്നതിന് ആരോഗ്യ കേന്ദ്രത്തിൽ അവരുടെ ഫിസിക്കൽ പ്രസൻസ് എത്ര ദിവസം ആവശ്യമായി വരും? ആകെ 8 ദിവസം. അതാണ് കണക്ക്. 8 ദിവസത്തെ ഫിസിക്കൽ പ്രസൻസ് ആണ് ഒരു ആശാ വർക്കർക്ക് നിർബന്ധമായും അവരുടെ ആരോഗ്യ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഓഫീസിൽ പോകേണ്ടത്. ബാക്കിയെല്ലാം അവരുടെ സൗകര്യം പോലെ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ഫുൾ ടൈം സമരരംഗത്തുള്ള ഒരു ആശാ വർക്കർക്ക് പോലും കേരളത്തിൽ 10,000 രൂപയ്ക്ക് മുകളിൽ പ്രതിഫലം കിട്ടും. സമരരംഗത്ത് ശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്ന കുറെ പേരുടെ പ്രതിഫലത്തിന്റെ കണക്ക് ശേഖരിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായ 7000 രൂപ ഓണറേറിയം 1 രൂപ പോലും കുറയാതെ കിട്ടിയിട്ടുണ്ട്. ഉദാഹരണത്തിന് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് UPHCയിലെ ശോഭ M എന്ന ആശാ വർക്കർ ഓണറേറിയം കിട്ടിയത് 7000 രൂപ, ഇൻസെന്റീവ് 5400, ആകെ 12,400. വട്ടിയൂർക്കാവ് FHCയിലെ കവിത TS സമരരംഗത്ത് ഉറച്ചു നിൽക്കുന്ന ഒരു ആശാ വർക്കറാണ്. അവർക്ക് സംസ്ഥാന സർക്കാരിന്റെ ഓണറേറിയം മെയ് മാസത്തിൽ കിട്ടിയത് 7000, ഇൻസെന്റീവ് 5390, ആകെ 12,390 രൂപ. ഇതേ വട്ടിയൂർക്കാവ് FHCയിലെ ആശ അശോകൻ ഓണറേറിയം 7000, ഇൻസെന്റീവ് 5180, ആകെ 12,180. വട്ടിയൂർക്കാവ് FHCയിലെ ശാലിനി S ഓണറേറിയം കിട്ടിയത് 7000, ഇൻസെന്റീവ് 4210, ആകെ 11,210. തിരുവല്ലം FHCയിലെ പത്മജം ഓണറേറിയം 7000, ഇൻസെന്റീവ് 4380, ആകെ 11,380. മണമ്പൂർ CHCയിലെ റോസമ്മ KP ഓണറേറിയം 7000, ഇൻസെന്റീവ് 4295, ആകെ 11,295. 20 പേരുടെ കണക്കെടുത്തപ്പോൾ 5000-നും 6000-നും ഇടയ്ക്ക് ഇൻസെന്റീവ് ലഭിച്ചത് 3 പേർക്ക്, 4000-നും 5000-നും ഇടയ്ക്ക് ഇൻസെന്റീവ് ലഭിച്ചത് 13 പേർക്ക്. അതായത് ഫുൾ ടൈം സമരരംഗത്തുള്ള ആശാ വർക്കർമാർക്ക് പോലും കേരളത്തിൽ സംസ്ഥാന സർക്കാരിന്റെ 7000-ഉം അവരുടെ ഇൻസെന്റീവും കൂടെ ചേർത്ത് 10,000-ന് മുകളിലാണ് പ്രതിഫലം. കേരളത്തിൽ മെയ് മാസം പ്രതിഫലം വാങ്ങിയ ആശാ വർക്കർമാരുടെ എണ്ണം 24,619. അതിൽ 23,822 പേരും 10,000-ന് മുകളിൽ തുക കൈപ്പറ്റിയിട്ടുണ്ട്. അതായത് 96.76% പേർ. അവരുടെ മുന്നിലാണ് വി ഡി സതീശൻ സിദ്ധരാമയ്യയുടെ 10,000-ന്റെ കേമത്തം തള്ളിമറിക്കുന്നത്. ഈ വീഡിയോ LDFന്റെ ഏതെങ്കിലും ഒരു MLA കാണുന്നുണ്ടെങ്കിൽ ഒരു അഭ്യർത്ഥനയുണ്ട്. അടുത്ത നിയമസഭാ സമ്മേളനം ഉടനെ ചേരുമല്ലോ. കർണാടകത്തിൽ ആശമാരുടെ സംസ്ഥാന വിഹിതം 10,000 ആക്കിയ ഉത്തരവ് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കാൻ വി ഡി സതീശനോട് ഒന്ന് ആവശ്യപ്പെടണം. രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞാലും മതി. ആരെങ്കിലും ഈ വിവരം സാക്ഷാൽ സിദ്ധരാമയ്യയെ അറിയിക്കുന്നത് ഉചിതമായിരിക്കും. കാരണം കർണാടകത്തിൽ അദ്ദേഹം ആശമാരുടെ സംസ്ഥാന ഓണറേറിയം 7000-ൽ നിന്ന് 10,000 ആക്കിയ കഥ
അദ്ദേഹവും ഇതുവരെ അറിഞ്ഞിട്ടുണ്ടാകാൻ വഴിയില്ല. ഇങ്ങനെ കണ്ണും പൂട്ടി പച്ച നുണ പറഞ്ഞാണ് VD സതീശനൊക്കെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് വിളിക്കുന്നത്. പിന്നെ ആശാ സമരസമിതിക്കാണെങ്കിൽ ഇതൊന്നും ഒരു വിഷയമേ അല്ല. അവരിൽ ആർക്കെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരു സീറ്റ് കിട്ടിയേക്കാം. അതിനു വേണ്ടിയുള്ള നാടകം കളിയാണ് ഈ കാണുന്നത്. അത് അതിൻ്റെ വഴിക്ക് നടക്കും. അതിൽ കൂടുതൽ ഒന്നുമല്ല ഈ ആശാസമരം. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സംഭാവനയുടെ കാര്യം സൂചിപ്പിച്ചിരുന്നു. ഓരോ വീഡിയോയ്ക്കും ഒരു ചെറിയ സംഭാവന അഭ്യർത്ഥിച്ചിരുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ഏറ്റവും കുറഞ്ഞത് 10 രൂപ biju.3388@federal എന്ന UPI വിലാസത്തിലോ ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തോ ദയവായി അയയ്ക്കുക. ഒന്നുകിൽ ഓരോ വീഡിയോയ്ക്കും നിങ്ങൾ 10 രൂപ വീതം അയയ്ക്കുക, അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ഒരു നിശ്ചിത തുക 100 രൂപ പോലെ ഒരു നിശ്ചിത തുക, അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് 1000 രൂപ പോലെ നിങ്ങൾ തീരുമാനിക്കുന്നത് പോലെ ഒരു തുക. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ന്യൂസ് ബുള്ളറ്റ് കേരളയെ സഹായിക്കണമെന്നും നിലനിർത്തണമെന്നും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഇതുവരെ സഹായിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.